വിശുദ്ധ മർക്കോസിന് സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് വീണ്ടും ശാസ്ത്രിമാരെയും പരീശന്മാരെയും അവരുടെ ആവശ്യമില്ലാത്ത ആത്മീയ ആചാരങ്ങളെ വിമർശിക്കുന്നതാണ് കാണുന്നത്. വിശുദ്ധ മർക്കോസ് 8:11 മുതൽ. അനന്തരം പരീശന്മാർ വന്നവനെ പരീക്ഷിച്ചുകൊണ്ട് ആകാശത്ത് നിന്നൊരു അടയാളം അന്വേഷിച്ച് അവനുമായി തർക്കിച്ചു തുടങ്ങി. അവൻ ആത്മാവിൽ ഞരങ്ങി, ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നത് എന്ത്? ഈ തലമുറയ്ക്ക് അടയാളം ലഭിക്കില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അവരെ വിട്ട് പിന്നെയും പടകേറി അക്കരയ്ക്ക് കടന്നു. അപ്പോൾ കർത്താവായ യേശു കർത്താവിനെ എതിരായിട്ട് അടയാളങ്ങൾ ചോദിച്ച് കുരുക്കാൻ ശ്രമിക്കുന്ന ഒരു സമൂഹമായി ഇന്ന് തീരുന്നെങ്കിൽ, ഞാൻ നിങ്ങളും ഇങ്ങനെ കർത്താവിന് വേണ്ടി എതിരായി പ്രവർത്തിക്കുന്നവരാണെങ്കിൽ, യേശു കർത്താവിൻ്റെ ശുശ്രൂഷയെ അതിനപ്പുറമായി ഏതാണ്ട് നമ്മൾ വിശുദ്ധരാണെന്നുള്ള വക കാണിക്കാൻ ഈ അടയാളം അന്വേഷിക്കുന്ന തലമുറകളോട് സംസാരിക്കാൻ പോലും കർത്താവ് കൂട്ടാക്കുന്നില്ല. ഇപ്രകാരമുള്ള ദൈവത്തെ പരീക്ഷിച്ച് ദൈവത്തെ ഒതുക്കാൻ ശ്രമിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ദൈവം തമ്പുരാൻ ശ്രദ്ധിക്കുന്നില്ല. എന്നെയും നിങ്ങളെയും ദൈവം ശ്രദ്ധിക്കണം, കർത്താവ് ശ്രദ്ധിക്കണം. ആളുകൾ ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കർത്താവ് നമ്മളെ ശ്രദ്ധിക്കണം. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, അടയാളം അന്വേഷിക്കുന്ന കാപഠ്യമുള്ള ശാസ്ത്രിമാരെയും പരീശന്മാരെയും പോലെ ആകാതെ സത്യസന്ധരായി കർത്താവിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഇത് കാണുന്ന കേൾക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു മൂലം തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.